അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്. 6ാം ക്ലാസ്സിലെ തജ്വീദിലെ 7ാമത്തെ പാഠം ലാ യമസ്സുഹു ഇല്ലൽ മുതഹ്ഹറൂൻ. ശുദ്ധിയുള്ളവരല്ലാണ്ട് പരിശുദ്ധ ഖുർആനിനെ സ്പർശിക്കൂല, തൊടൂല. ഖുർആൻ മഹത്തായ ഗ്രന്ഥമാണ്. റമളാൻ സമാഗതമായി. ആദ്യ നോമ്പിൻ്റെ ദിവസം സുബ്ഹ് നിസ്കാരത്തിന് എല്ലാവരും മസ്ജിദിലെത്തി. നിസ്കാരശേഷം ഉസ്താദ് ജനങ്ങളെ അഭിസംബോധന ചെയ്തു. പുണ്യങ്ങളുടെ പൂക്കാലമായ വിശുദ്ധ റമളാൻ ആഗതമായിരിക്കുന്നു. സുന്നത്തുകൾക്ക് ഫറളുകളുടെയും ഒരു ഫറളിന് 70 ഫറളുകളുടെയും പ്രതിഫലം ലഭിക്കുന്ന മാസം. നരക കവാടങ്ങൾ അടക്കപ്പെടുകയും സ്വർഗ കവാടങ്ങൾ തുറക്കപ്പെടുകയും ചെയ്യുന്ന മാസം. വിശുദ്ധ റമളാൻ ഇത്രയേറെ പുണ്യം ലഭിക്കാനുള്ള കാരണം എന്താണ്? ഖുർആൻ പറയുന്നു, ശഹ്റു റമളാനല്ലദീ ഉൻസില ഫീഹിൽ ഖുർആൻ. വിശുദ്ധ ഖുർആന്റെ അവതരണം പുണ്യ റമളാനിലാണുണ്ടായത്. അതുകൊണ്ട് ഈ മാസം നാം ഇബാദത്തുകൾ വർദ്ധിപ്പിക്കണം. ഖുർആൻ പാരായണം കൂടുതലാക്കണം. ഉസ്താദ് തുടർന്നു, ഖുർആൻ അല്ലാഹു തആലയുടെ കലാമായതുകൊണ്ട് നാം അതിനെ ആദരിക്കണം. മുസ്ഹഫോ, ഖുർആൻ എഴുതിയതോ വൃത്തിയില്ലാത്ത സ്ഥലത്ത് വെക്കരുത്. അല്പം ഉയരമുള്ള സ്ഥലത്ത് സുരക്ഷിതമായി മാത്രമേ വെക്കാവൂ. വിശുദ്ധ ഖുർആനെ ഉയരമുള്ള സ്ഥലത്ത് വെക്കണം, ബഹുമാനിക്കണം. അദബില്ലെങ്കിൽ ഒന്നും ലഭിക്കൂല. ഏതൊരാൾക്കും ആത്മീയമായി എന്തും ലഭിച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ പിന്നിൽ അദബാണ്, മര്യാദയാണ്. ബുദ്ധി ഉപകാരപ്പെടണമെങ്കിൽ മര്യാദ വേണം. ഒരാൾക്ക് പറഞ്ഞ കാര്യങ്ങൾ നല്ലോണം മനസ്സിലാകും, നല്ല എഴുതാൻ കഴിയും. പക്ഷേ അദ്ദേഹത്തിന് മാതാപിതാക്കളെ ബഹുമാനമില്ല, കൂട്ടുകാരോട് ബഹുമാനമില്ല, ഉസ്താദുമാരോട് ബഹുമാനമില്ല. എന്നാൽ അവൻ്റെ ബുദ്ധി കൊണ്ടോ അവൻ്റെ കഴിവ് കൊണ്ടോ അവന് ആത്മീയമായി ഉയരാൻ കഴിയില്ല. അൽ അദബു, എല്ലാത്തിൻ്റെയും അടിസ്ഥാനം മര്യാദയാണ്. പരിശുദ്ധ ഖുർആൻ നെഞ്ചോട് ചേർത്ത് പിടിക്കണം. പരിശുദ്ധ ഖുർആൻ മ്ലേച്ഛമായ സ്ഥലത്ത് വെക്കരുത്. വൃത്തിയില്ലാണ്ട് പരിശുദ്ധ ഖുർആൻ സ്പർശിക്കരുത്. പരിശുദ്ധ ഖുർആൻ താഴെ ഇടരുത്, ഉയരമുള്ള സ്ഥലത്ത് വെക്കണം. പുസ്തകങ്ങൾക്കിടയിൽ പരിശുദ്ധ ഖുർആനിനെ നമ്മൾ വേർതിരിച്ച് തന്നെ ഖുർആൻ എന്ന ബഹുമാനത്തോടെ ഖുർആനെ പരിഗണിക്കണം. അപ്പോൾ നമ്മളെ അള്ളാഹു പരിഗണിക്കും. ഉസ്താദ് തുടരട്ടെ. ശുദ്ധിയോടെ മാത്രമേ ഖുർആൻ സ്പർശിക്കാവൂ. അശുദ്ധിയുള്ളവർ ഖുർആൻ തൊടുന്നതും ചുമക്കുന്നതും ഹറാമാണ്. അശുദ്ധിയുള്ളവർ, ചെറിയ അശുദ്ധിയാകട്ടെ വലിയ അശുദ്ധിയാകട്ടെ, ഏത് അശുദ്ധിയാണെങ്കിലും ഖുർആൻ തൊടാനും പാടില്ല, ചുമക്കാനും പാടില്ല. ഖുർആൻ പറയുന്നു, ലാ യമസ്സുഹു ഇല്ലൽ മുതഹ്ഹറൂൻ. ശുദ്ധിയുള്ളവർ മാത്രമേ അതിനെ സ്പർശിക്കാവൂ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അരുളിയത്, ലാ യമസ്സുൽ ഖുർആന ഇല്ലാ ത്വാഹിറുൻ. ശുദ്ധിയുള്ളവർ മാത്രമേ ഖുർആൻ തൊടാവൂ. ഖുർആൻ കൊണ്ടുവരുന്നത് കണ്ടാൽ എഴുന്നേറ്റ് നിൽക്കണം. വലിയ അശുദ്ധിയോടെ ഖുർആൻ പാരായണം ചെയ്യരുത്. ചെറിയ അശുദ്ധി ഉണ്ടെങ്കിൽ തൊടാനും പാടില്ല, ചുമക്കാനും പാടില്ല. എന്നാൽ വലിയ അശുദ്ധി ഉണ്ടെങ്കിലോ ഖുർആൻ പാരായണം ചെയ്യാനും പാടില്ല. അതാണ് മഹത്വം.
മുസ്ഹഫിൽ പണമോ മറ്റോ സൂക്ഷിക്കരുത്. മക്കളെ, ഖുർആനല്ലാത്ത ഒന്നും പത്ത് വെക്കാൻ പാടില്ല. പൈസ കിട്ടി ഖുർആനിൽ വെക്കരുത്. അതല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കിട്ടി ഖുർആൻ നമ്മൾ ഒളിപ്പിക്കരുത്. ഖുർആൻ അതിനുള്ളതല്ല. ബഹുമാനിച്ചില്ലെങ്കിൽ തിരിച്ചടിക്കും. ഭക്തിയോടെയാണ് ഖുർആൻ പാരായണം ചെയ്യേണ്ടത്. അറിവില്ലാതെ ഖുർആൻ വ്യാഖ്യാനിക്കരുത്. ഖുർആനിലെ ഒരു ആയത്തോ ഒരു സൂറത്തോ സ്വന്തം അറിവ് വെച്ചുകൊണ്ട് വ്യാഖ്യാനിക്കരുത്. പഠിക്കണം. സ്വന്തം വകയിൽ ഖുർആൻ വ്യാഖ്യാനിച്ചാൽ അതിൻ്റെ ശിക്ഷ വലുതായിരിക്കും. ഖുർആൻ പഠിച്ചവരെയും പഠിപ്പിക്കുന്നവരെയും ഹാഫിളുകളെയും ആദരിക്കണം. അത് ഖുർആൻ ആദരിക്കും പോലെയാ. ഖുർആൻ പഠിക്കുന്നവർ, ഖുർആൻ പഠിപ്പിക്കുന്നവർ, ഖുർആൻ മനഃപ്പാഠമുള്ളവർ, ഇവരെല്ലാം ആദരിക്കണം, ബഹുമാനിക്കണം. പാരായണ സമയത്ത് കളിയും ചിരിയും മറ്റു വർത്തമാനവും പാടില്ല. ഖുർആൻ ഓതുകയാണെങ്കിൽ കളിയില്ല, ചിരിയില്ല, മറ്റു വർത്തമാനങ്ങളില്ല. കാരണം ഇത് പടച്ച റബ്ബിൻ്റെ വചനങ്ങളാണ്. പലരും ഖുർആൻ ഓതും, തബാറക്കയൊക്കെ ഓതും, സൂറത്തുൽ മുൽക്കല്ലോതും. അത് തീരുമ്പോഴേക്ക് പലതും പറഞ്ഞിട്ടുണ്ടാകും. പക്ഷെ അതവ് കേടാണ്, പാടില്ല. ശുദ്ധ ഖുർആൻ തുടങ്ങിയാൽ അവസാനിപ്പിക്കലാണ് വേണ്ടത്. നിങ്ങളറിയില്ലേ, ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു നിസ്കരിച്ചു കൊണ്ടിരിക്കുമ്പോൾ, ഒരു സൂറത്ത് ഓതിക്കൊണ്ടിരിക്കുമ്പോൾ തേള് കടുന്നൽ കുത്തി. എത്ര പ്രാവശ്യം? കുറേ പ്രാവശ്യം കുത്തി ആകെ നീരി വന്ന് സലാം കിട്ടിയപ്പോൾ ആൾക്കാർ വെച്ച് നോക്ക്, ആദ്യത്തെ കുത്ത് കിട്ടിയപ്പോൾ ഇപ്പോൾ നിസ്കാരം ആണ് തീർത്ത് സലാം കിട്ടിക്കൂടി കഴിഞ്ഞു പോകും. ഓര് പറഞ്ഞ മറുപടി ഇതൊക്കെ കടന്നൽ കുത്തിന് നല്ല വേദന ഉണ്ട്, പക്ഷേ ഞാൻ ഓതി വെച്ച സൂറത്ത് പൂർത്തിയാക്കാൻ ഞാൻ ഇഷ്ടപ്പെട്ടു. അത് അള്ളാഹിൻ്റെ വചനം ഞാൻ ഇറക്കി വെച്ച് മുറിച്ചുകാണ്ട് ഇതിൻ്റെ ഒരു ഭൗതിക സുഖത്തിന് വേണ്ടി ഞാൻ ഖുർആൻ മുറിക്കണ്ടെന്ന് കരുതി. അത്രമാത്രം ബഹുമാനിക്കണം ഖുർആൻ കേട്ടോ. ഓതുമ്പോൾ സംസാരിക്കരുത്. സംസാരം കഴിഞ്ഞിട്ട് ഓതിയാൽ മതി. ഓതി കഴിഞ്ഞിട്ട് സംസാരിക്കുക. ഓതിക്കൊണ്ടിരിക്കും മൊബൈൽ വെല്ലടിച്ചാൽ എടുക്കരുത്. ഖുർആൻ മൊബൈൽ എടുക്കരുത്. അടക്കട്ടെ, അടിക്കട്ടെ. എന്ത് അർജൻറ്റാണെങ്കിൽ 2 മിനിറ്റ് 3 മിനിറ്റ് കഴിഞ്ഞിട്ട് ഒരു വഖഫിലെത്തിയതിനു ശേഷം സ്വദഖല്ലാഹുൽ അലിയ്യുൽ അദീം എന്ന് പറഞ്ഞിട്ട് ഇങ്ങോട്ട് വിളിച്ചാണ്ട് പറയണ്ട ഞാൻ ഖുർആൻ ഓതാനി, അത് പറയണ്ട. അതൊക്കെ അദബുകളാണ്. സൽക്കർമ്മങ്ങൾ അത് പരസ്യപ്പെടുത്താനുള്ളതല്ല. ഞാൻ നിസ്കരിക്കുകയും അത് നമ്മൾ പറയണ്ട. ഒരാൾ ഫോൺ വിളിക്കുമ്പോൾ എന്തെടുക്കാഞ്ഞ് അതൊന്നുമില്ല. ഞാൻ 100 നിസ്കരിക്കുകയും ഞാൻ പള്ളിക്കല് എന്തിനാ അത് പറയേണ്ട ആവശ്യം? ഇബാദത്ത് അത് പടപ്പുകൾക്കുള്ളതല്ല, സൃഷ്ടാവിനുള്ളതാണ്. അത് പരസ്യപ്പെടുത്താൻ പാടില്ല. കാണുമ്പോൾ കണ്ടോട്ടെ, നമ്മളാൽ കാണിച്ചു കൊടുക്കണ്ട. ഓക്കെ, ഇൻഷാ അല്ലാഹ്. ഖുർആനിനെതിരെ വരുന്ന ആരോപണങ്ങളോട് നല്ല അറിവ് കരസ്ഥമാക്കി മാന്യമായി പ്രതികരിക്കണം. ഖുർആനെ ബുദ്ധിയില്ലാത്തവർ ആക്ഷേപിച്ചാൽ നീ എന്തെങ്കിലും തട്ടുത്തരം പറഞ്ഞുങ്ങാണ്ട് ഖുർആനെ മോശമാക്കരുത്. അറിയുന്നത് രൂപത്തിൽ പഠിച്ചു മനസ്സിലാക്കി നല്ല മാന്യമായ സംസാരത്തിൽ മറുപടി പറയണം. അതല്ലെങ്കിൽ മറുപടി പറയുന്ന അവൻ ഇഷ്ടപ്പെട്ട രൂപത്തിലല്ല നിന്റെ മറുപടി, നിന്റെ ശൈലിയെങ്കിൽ അവൻ ഒന്നുകൂടി ഗൗരവത്തിൽ ആക്ഷേപിക്കും ഖുർആനിനെ. നീ കാരണക്കാരനാകും. ഖുർആൻ ആക്ഷേപിക്കണോ? പഠിക്കുക. ആക്ഷേപത്തിൻ്റെ വഴി പഠിച്ച് മനസ്സിലാക്കിയിട്ട് നല്ല സൗമ്യമായ രൂപത്തിൽ മറുപടി പറയാം. അല്ലാണ്ട് അങ്ങനെ ഇങ്ങനെയൊക്കെ പറഞ്ഞു അച്ചുമ്പിളൊക്കെ ഉണ്ടാക്കിയോൾ തിരിച്ചു പറയും. ഖുർആൻ ആക്ഷേപിക്കൽ കൂടും. നമ്മൾ കാരണം അള്ളാഹിൻ്റെ ഖുർആന് യാതൊരു നുക്സാനും വന്നു പോകരുത്. വിശുദ്ധ ഖുർആനിനെ അർഹമായ നിലയിൽ ആദരിക്കാനും അത് പഠിക്കാനും പാരായണം ചെയ്യാനും അതനുസരിച്ച് ജീവിക്കാനും അല്ലാഹു തആല നമുക്കുള്ളവർക്ക് തൗഫീഖ് നൽകട്ടെ. ആമീൻ. ഇത് തദ്രീബാത്താണ്. നഖറഉ ശഹ്റു റമളാൻ. റമളാൻ മാസം 1 പുണ്യങ്ങളുടെ പൂക്കാലം. റമളാൻ മാസം സുന്നത്തുകൾക്ക് ഫറളുകളുടെ പ്രതിഫലം ലഭിക്കുന്നു. റമളാൻ മാസം ഒരു ഫറളിന് 70 ഫറളുകളുടെ പ്രതിഫലം ലഭിക്കുന്നു. റമളാൻ മാസം നരക കവാടങ്ങൾ അടക്കപ്പെടുന്നു. റമളാൻ മാസം
സ്വർഗ കവാടങ്ങൾ തുറക്കപ്പെടുന്നു. റമദാൻ മാസം വിശുദ്ധ ഖുർആനിന്റെ അവതരണം. ഇങ്ങനെ 6 റമദാൻ ഷരീഫിനെ കുറിച്ച് വായിക്കാം. വിശുദ്ധ ഖുർആൻ അല്ലാഹുവിന്റെ കലാമാണ്, വചനമാണ്. വിശുദ്ധ ഖുർആൻ വൃത്തിയില്ലാത്ത സ്ഥലത്ത് വെക്കരുത്. വിശുദ്ധ ഖുർആൻ ഉയരമുള്ള സ്ഥലത്ത് സുരക്ഷിതമായി വെക്കണം. വിശുദ്ധ ഖുർആൻ ശുദ്ധിയോടെ മാത്രമേ സ്പർശിക്കാവൂ. വിശുദ്ധ ഖുർആൻ അശുദ്ധി ഉള്ളവർ തൊടൽ ഹറാമാണ്. അശ്റഹുൽ മഅന 2 അർത്ഥം വ്യക്തമാക്കാം. ലാ യമസ്സുഹു ഇല്ലൽ മുതഹ്ഹറൂൻ. ശുദ്ധിയുള്ളവർ മാത്രമേ പരിശുദ്ധ ഖുർആനെ സ്പർശിക്കാവൂ. 2 ലാ യമസ്സുൽ ഖുർആന ഇല്ലാ ത്വാഹിർ. ശുദ്ധിയുള്ളവർ മാത്രമേ ഖുർആൻ തൊടാവൂ. 3 ശഹ്റു റമളാൻ അല്ലദീ ഉൻസില ഫീഹിൽ ഖുർആൻ. വിശുദ്ധ ഖുർആൻ ഇറക്കപ്പെട്ട മാസമാണ് റമളാൻ. റമളാന് മാറ്റം കിട്ടിയത് എന്തുകൊണ്ടാണ്? ഖുർആൻ ഇറങ്ങിയതുകൊണ്ടാണ് കേട്ടോ. ഹുക്മിലു പൂർത്തിയാക്കാം. മുസ്ഹഫിൽ പണമോ മറ്റോ സൂക്ഷിക്കരുത്. 2 വിശുദ്ധ ഖുർആന്റെ അവതരണം ആരംഭിച്ചത് റമളാൻ മാസത്തിലാണ്. തഖ്സീസ് എന്താണ്? സൂറത്തുൽ അൻആം 138 ആയത്ത് മുതൽക്ക് 165 ആയത്ത് വരെ ഈ മാസം ഓതി തീർക്കേണ്ടതുണ്ട്. പിന്നെ 2 യഹ്ഫദു സൂറത്തുൽ സൽസല വ സൂറത്തുൽ മുൽക്ക്. സൂറത്തുൽ സൽസല മുഴുവനും സൂറത്തുൽ മുൽക്ക് 19 to 21 വരെയും കേട്ടോ ഓതണം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഇദാ സുൽസിലത്തിൽ അർളു സിൽസാലഹാ فأخرجت الأرض أثقالها وقال الإنسان ما لها يومئذ تحدث أخبارها بأن ربك أوحى لها يومئذ يصدر الناس أشتاتا ليروا أعمالهم فمن يعمل مثقال ذرة خيرا يره ومن يعمل مثقال ذرة شرا يره. അല്ലാഹ് നീ സ്വീകരിക്കണേ റഹ്മാനെ. ഞങ്ങളെ ഉമ്മ ഉപ്പ ഉസ്താദുമാർക്ക് ഇതിൻ്റെ സന്തോഷം നൽകണേ അല്ലാഹ്. അസ്സലാത്തു വസ്സലാമു അലൈക യാ റസൂലല്ലാഹ്. അസ്സലാത്തു വസ്സലാമു അലൈക യാ ഹബീബല്ലാഹ്. അർഹമുർ റഹീമീനായ മാലികുൽ മുലൂക്കായ അല്ലാഹ് നീ സ്വീകരിക്കണേ അല്ലാഹ്. ഞങ്ങൾക്ക് ഞങ്ങളെ ഉമ്മ ഉപ്പ ഉസ്താദുമാർക്ക് സർവപാപങ്ങളും നീ പുറത്തു തരണേ അല്ലാഹ്. ആരോഗ്യവും ആഫിയത്തും നിന്റെ ഇഷ്ടത്തിലായി കിട്ടിത്തരണേ അല്ലാഹ്. ഞങ്ങളെ ഉമ്മമാർക്ക് ഉപ്പമാർക്ക് ഉസ്താദുമാർക്കുള്ള എല്ലാ വിഷമങ്ങളെ തൊട്ടും സലാമത്ത് നൽകണേ അല്ലാഹ്. അവർക്ക് സന്തോഷം നൽകണേ അല്ലാഹ്. കടങ്ങളൊക്കെ വീട്ടിക്കൊടുക്കണേ അല്ലാഹ്. മരണപ്പെട്ട ഉമ്മമാര് ഉപ്പമാര് വല്ലിപ്പമാര് വല്ലിമ്മമാര് ഉസ്താദുമാര് ഇഷ്ടപ്പെട്ടവര് അയൽവാസികളെ നാട്ടുകാരുടെ ഖബർ സ്വർഗമാക്കണേ അല്ലാഹ്. ഇതിൻ്റെയൊക്കെ ബറക്കത്ത് അവരെ ഖബറിലേക്ക് എത്തിച്ചു കൊടുക്കണേ റഹ്മാനെ. അവരെ ഖബർ സ്വർഗീയ പരിമളമുള്ള ഖബറുകളാക്കണേ അല്ലാഹ്. പടച്ച റബ്ബേ ഞങ്ങൾക്ക് നല്ല ബുദ്ധി തരണേ അല്ലാഹ്. ഓർമ്മ ശക്തി തരണേ അല്ലാഹ്. റബ്ബേ അദബുള്ളവരായി ഞങ്ങളെ മാറ്റണേ റഹ്മാനെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്.